നമ്മുടെ കൊല്ലം ജില്ലയിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ നടക്കുന്ന സ്ഥലമായിട്ടുള്ള കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ്. നമുക്ക് ഓൺലൈനായിട്ട് ലഭിച്ചിട്ടുള്ള 10,820 പെറ്റീഷൻസാണ്. അത് 3 ലെവലിൽ നമ്മൾ സോർട്ട് ചെയ്തു. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസേഴ്സിന് ഡിസ്പോസ് ചെയ്യത്തക്ക രീതിയിലുള്ള പെറ്റീഷൻസ്. 2 ബഹുമാനപ്പെട്ട ജില്ലയുടെ ചാർജുള്ള മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ സാറ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം ചെയർമാനായിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി ഇൻ വിച്ച് ദ ഡിസ്ട്രിക്ട് കളക്ടർ ഈസ് ഓൾസോ എ മെമ്പർ. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വന്ന 2ാമത്തെ സെറ്റ് പരാതികൾ. അങ്ങനെ ഈ 2 തലങ്ങളിലും ഈ 10,820 പരാതികളിൽ 313 പരാതികൾ ഒഴിച്ച് അതിൽ 640 പരാതികൾ റിപ്പോർട്ടുകൾ ലഭിക്കേണ്ടതുള്ളതുകൊണ്ട് ബാക്കിയെല്ലാം ഏകദേശം എല്ലാം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആനുകൂല്യങ്ങൾ അതിൻ്റെ പെറ്റീഷനേഴ്സിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവർ ഇന്ന് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരുക്കിയിട്ടുള്ള കൗണ്ടറിൽ വന്ന് അവരത് സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ പ്രഖ്യാപിച്ച് തുടങ്ങി കഴിയുമ്പോൾ തന്നെ അത് വിതരണം ചെയ്തു തുടങ്ങും. പിന്നെ 313 പേരെയാണ് നമുക്ക് JSBയിലേക്ക് ജനസമ്പർക്ക പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പെറ്റീഷനേഴ്സിനെ കേട്ട് തീരുമാനമെടുക്കുന്നത്. അവരെ നമ്മൾ അറിയിച്ചു. അത് മേജർ കേസുകളാണ്. അപ്പം അവരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനെ സംബന്ധിച്ച് ഞാൻ ഈ നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റേജിൻ്റെ നേരെ മുൻഭാഗത്ത് 2 ബ്ലോക്കുകളായിട്ട് നമ്മൾ തിരിച്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിലുള്ള ബ്ലോക്ക് A ബ്ലോക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ A ബ്ലോക്കിൻ്റെ സ്റ്റേജിൻ്റെ വലത് ഭാഗത്തുള്ള A ബ്ലോക്കിൻ്റെ ഭാഗത്ത് ഈ 313 പെറ്റീഷനേഴ്സ് വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടമാണ് ഒരുക്കിയിട്ടുള്ളത്. സ്റ്റേജിൻ്റെ ഇടത് ഭാഗത്തുള്ള A ബ്ലോക്കിൻ്റെ ഭാഗത്ത് ആ പരാതികളുമായിട്ട് ഡീൽ ചെയ്യേണ്ട ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ജില്ലാതല ഓഫീസർക്ക് അല്ലെങ്കിൽ ഓഫീസർമാർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് ആ രീതിയിൽ അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം വരുന്ന പെറ്റീഷണറെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് തുടങ്ങുമ്പോൾ ഒരു NCC കേഡറ്റിൻ്റെ അക്കമ്പനി ചെയ്ത് ആ പെറ്റീഷണറെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വേദിയിലേക്ക് വരികയും അദ്ദേഹം അവരെ കേട്ട് തീരുമാനം എടുക്കുകയും ചെയ്യും. അങ്ങനെ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ആ പേപ്പർ അവരുടെ ഇൻവിറ്റേഷൻ കടലാസ് അതിനകത്ത് കമ്പ്യൂട്ടർ ജനറേറ്ററാണ്. അതിനകത്ത് അതിൻ്റെ വിശദാംശങ്ങളുണ്ട്, പരാതിയുടെ ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ കടലാസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് സ്വീകരിച്ച് ഈ ആപ്ലിക്കൻ്റ് ഈ പെറ്റീഷണറും NCC കേഡറ്റും കൂടെ അടുത്ത് സ്റ്റേജിൻ്റെ വലതുവശത്ത് തയ്യാറാക്കിയിട്ടുള്ള കമ്പ്യൂട്ടർ അതിൻ്റെ പ്രോസസ്സിംഗ് സെൻറ്ററിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇതിൻ്റെ ഉത്തരവിൻ്റെ പ്രൊസീഡിങ്സ് NCC കേഡറ്റ് വാങ്ങിച്ച് ഈ പെറ്റീഷണറെയും കൂട്ടി ഈ കെട്ടിടത്തിന് തൊട്ട് അപ്പുറത്ത് ഒരുക്കിയിട്ടുള്ള കൗണ്ടറുകൾ ഒരുക്കിയിട്ടുള്ളത് അവിടെയാണ്. അതിൻ്റെ ഏത് വകുപ്പിൻ്റേതാണോ ആ വകുപ്പിൻ്റെ കൗണ്ടറിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അതിൻ്റെ ആനുകൂല്യം വിതരണം ചെയ്യുന്നു. ആ പെറ്റീഷണറെ അങ്ങനെ അവിടെ ഡിസ്പോസ് ചെയ്തതിന് ശേഷം ആ NCC കേട്ട് വീണ്ടും തിരികെ ഈ A ബ്ലോക്കിൻ്റെ പെറ്റീഷൻസ് ഇരിക്കുന്ന ഭാഗത്തേക്ക് വരുന്നു. അങ്ങനെ അത് റൊട്ടേഷൻ ബേസിലാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിന് A ബ്ലോക്കിന് തൊട്ട് പുറകിൽ ഈ വലിയ പന്തലിൻ്റെ ഏറ്റവും പുറകു ഭാഗത്ത് ഇന്ന് അതായത് 4 ടൈം സ്ലോട്ടുകളിലാണ് ഇന്ന് ഈ 313 വരെ അദ്ദേഹം കാണുകയും കേൾക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. അത് രാവിലെ 9 മണിക്ക് തുടങ്ങി 9 മുതൽ 11 മണി വരെ, 11 മണി മുതൽ 1 മണി വരെ, 2 മണി മുതൽ 4 മണി വരെ, 4 മണി മുതൽ 6 മണി വരെ 2 മണിക്കൂറിൻ്റെ വീതമുള്ള 4 ടൈം സ്ലോട്ടിലാണിത് ചെയ്യുന്നത്. ഇടയ്ക്കുള്ള 1 മണി മുതൽ 2 മണി വരെ ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. എങ്കിൽ പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്രമം ഇല്ലാതെ തന്നെ 1 മുതൽ 2 വരെ ഇന്ന് ഇവിടെ എത്തുന്ന പരാതിക്കാരെ ആ സമയത്ത് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയത്ത് അദ്ദേഹം കേൾക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതിനുശേഷം ഈ 313 പേരുടെ പെറ്റീഷൻസ് എപ്പോൾ തീരുന്നു ആ സമയം മുതൽ ഫോർ ഇൻസ്റ്റൻസ് 6 മണി വരെ എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് നേരത്തെ തീരുകയാണ് എങ്കിൽ അപ്പോൾ മുതൽ തന്നെ ബാക്കി ഉള്ള ഇന്ന് വന്നിട്ടുള്ള പരാതിക്കാരിൽ നിന്നും പെറ്റീഷൻ അദ്ദേഹം സ്വീകരിക്കും. ഇത് സംബന്ധമായിട്ട് നമ്മൾ എല്ലാവിധമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ഫാത്തിമ മാതാ നാഷണൽ കോളേജിൻ്റെ മെയിൻ എൻട്രൻസിലൂടെയും 2 എൻട്രൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു എൻട്രൻസിലൂടെ വരികയും അപ്പുറത്തുള്ള 2ാമത്തെ ഗേറ്റിലൂടെ പോവുകയും ചെയ്യും.
രണ്ടാമത്തെ ഗേറ്റിലൂടെയാണ് ഈ ആംബുലൻസിലും അതുപോലെ എന്താണ് ഈ സൈക്കിളുണ്ടല്ലോ, എന്ത് സൈക്കിളാണ്, വീൽ ചെയർ ഒക്കെ വരുന്ന പേഷ്യൻസ് അടക്കമുള്ള അവരൊക്കെ ഇങ്ങോട്ട് അകത്തേക്ക് വരാനുള്ള പ്രവേശന കവാടം അവിടെയാണ്. അതിലേ വന്നു കഴിഞ്ഞാൽ മെയിൻ ഗേറ്റിൽ കൂടെ അതാണ് വാഹനങ്ങൾ പുറത്തേക്ക് വിടും. പിന്നെ നമ്മൾ എല്ലാ വകുപ്പുകളും, പരാതികൾ ലഭിച്ചിട്ടുള്ള എല്ലാ വകുപ്പുകളും അവരിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ഇരിക്കാനും ഇതിൻ്റെ ഡിസ്പോസൽ നടത്താനുമായിട്ട് ഓരോ വകുപ്പിനും കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് വരുന്ന പെറ്റീഷനേഴ്സിന് ഈ മെയിൻ പന്തലിൻ്റെ പുറകിലെ ബി ബ്ലോക്കിൽ കൂടാതെ ഈ മൈതാനത്തിൻ്റെ ഇവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ മധ്യഭാഗത്ത് ഒരു വലിയ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ആ പന്തലിലും അവർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. എത്ര ലാസ്റ്റ് പെറ്റീഷണറെയും ബഹുമാനപ്പെട്ട CM കണ്ടതിന് ശേഷം മാത്രമേ ഈ പ്രോഗ്രാം അവസാനിക്കുകയുള്ളൂ. പിന്നെ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് നല്ല പോലീസ് ബന്ദോബസ്തുണ്ട്. പോലീസ് ബന്ദോബസ്ത് എന്ന് പറയുമ്പം ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടില്ല. ഇവിടെ പ്രധാനമായിട്ട് വരുന്നവരെ സഹായിക്കാനും പിന്നെ സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിലുമാണ് ഈ പരിപാടികളെല്ലാം നമ്മൾ ഇവിടെ ചേരുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ ആളുകൾക്ക് ഒരു ബ്യൂറോക്രാറ്റിക് ഡിലേ കൂടാതെ തന്നെ കാര്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സംവിധാനം ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഇന്നലെ രാത്രി 9:30 മണിക്ക് തന്നെ ആദ്യത്തെ 2 പെറ്റീഷൻ, ഇന്ന് വന്ന് പരാതി കൊടുക്കേണ്ട പരാതിക്കാരിൽ 2 പേര് കഴിഞ്ഞ രാത്രി 9:30 ആയപ്പോൾ തന്നെ 2 പേര് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ഇതിലുള്ള ഒരു താല്പര്യത്തെയും അവരുടെ പ്രശ്നം പരിഹരിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തെയുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ വലിയ തിരക്ക് ആയിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് 1200 വകുപ്പ് തല ജില്ലാതല ഉദ്യോഗസ്ഥന്മാരും അടക്കം 1200 ഓഫീസേഴ്സ് ഇതിനകത്ത് സ്പെഷ്യലി അസൈൻഡാണ്. അതുപോലെ തന്നെ 1200 പോലീസ് പേഴ്സണൽസ് ഇതിൻ്റെ സെക്യൂരിറ്റി സംബന്ധമായിട്ട് കാര്യങ്ങൾ നോക്കുന്നു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ ദേവേശ് കുമാർ ബെഹ്റയും അതുപോലെ SP റൂറൽ പോലീസ് ചീഫ് ശ്രീ P സുരേന്ദ്രനുമാണ് ഇതിൻ്റെ സെക്യൂരിറ്റി സംബന്ധമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. IG ശ്രീ ദേവേശ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ജനങ്ങൾക്ക് വളരെ ഗുണകരമായ രീതിയിൽ ഉള്ള ഒരു പരിപാടി എന്നുള്ള നിലയിൽ ഇത് വിജയിപ്പിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഇഷ്ടപ്രകാരം നമ്മളുടെ എല്ലാവരുടെയും ഒരു നല്ല കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മതിയോ?